എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഒരു ക്യാമ്പസ് ലൈഫ്? ക്യാമ്പസ് ലൈഫ് ഇപ്പോൾ ഹൈബ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട് സ്ട്രെസ് ഫ്രീ ആയിരുന്നു. പഠിക്കാൻ നല്ല ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ ഫാക്കൽറ്റീസും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നല്ല മാർക്ക് 558. കാരണം എക്സാം കഴിഞ്ഞപ്പോൾ അത്ര തന്നെ കിട്ടുമെന്ന് വിചാരിച്ചല്ല. ഇത് സൈലത്തിൽ നിന്ന് അങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടിയതുകൊണ്ട്, അതായത് എല്ലാം നമുക്ക് അറിയുന്ന ആൻസേഴ്സ് കിട്ടിയില്ലെങ്കിലും നമുക്ക് മാക്സിമം പെർഫോം ചെയ്യാന്നുള്ളത് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു കാര്യമാണ്. ടൈം മാനേജ്മെൻറ്റിന് GIB ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു പെർഫെക്റ്റ് ആ ഒരു നീറ്റ് അറ്റ്മോസ്ഫിയർ, എല്ലാവരും എക്സാം എഴുതുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ കറക്റ്റ് GIB പോലെ തന്നെ തോന്നുള്ളൂ നീറ്റ് എഴുതുമ്പോഴത്തേക്ക്. ഞാൻ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് എടുത്തത് LMR വന്നപ്പോഴായിരുന്നു. അതുവരെ ഡേ ടു ഡേ പഠിച്ചിട്ടുണ്ട്. ബട്ട് LMR വന്നപ്പോഴായിരുന്നു എല്ലാം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. സൈലന്റ് നീറ്റ് ടോപ്പേഴ്സിലെ മറ്റൊരാളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആദിത്യ. ഹായ് ആദിത്യ. ആദിത്യ എവിടെ ഇപ്പോൾ പഠിക്കുന്നത്? മെഡിക്കൽ കോളേജ് ആലപ്പുഴ. ഓക്കെ, നമ്മുടെ ആനന്ദ് സാർ പഠിച്ച കോളേജാണ് അല്ലേ? മോള് ഓൺലൈൻ ആയിരുന്നു ഓഫ്ലൈൻ ആയിരുന്നു? സൈലത്തിൽ ഓഫ്ലൈൻ ആയിരുന്നു. ഏത് ക്യാമ്പസിലായിരുന്നു? കോഴിക്കോട് ക്യാമ്പസിൽ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഒരു ക്യാമ്പസ് ലൈഫ്? ക്യാമ്പസ് ലൈഫ് ഇപ്പോൾ ഹൈബ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട് സ്ട്രെസ് ഫ്രീ ആയിരുന്നു. പഠിക്കാൻ നല്ല ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ ഫാക്കൽറ്റീസും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ മെൻറ്റർഷിപ്പ് അടിപൊളിയായിരുന്നു. മെൻറ്റേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. സ്കോർ എത്രയായിരുന്നു? 558. ഓക്കെ, അതിന് മുന്നത്തെ എക്സാമുകളിൽ അത്രയും സ്കോർ ഉണ്ടായിരുന്നു അതോ? അത്രയും എക്സാം ടഫ് ആയതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നല്ല മാർക്ക് 558. കാരണം എക്സാം കഴിഞ്ഞപ്പോൾ അത്ര തന്നെ കിട്ടുമെന്ന് വിചാരിച്ചല്ല. പക്ഷേ കാരണം കഴിഞ്ഞ നീറ്റ് എക്സാം കുറേ ആളുകളുടെ കിളി പറത്തിയ ഒരു നീറ്റ് എക്സാം ആയിരുന്നു. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടോടുകൂടി ഭൂരിഭാഗം ആളുകളും അവിടെ തളർന്നു വീണ് കഴിഞ്ഞു അല്ലേ? പക്ഷേ പക്ഷേ അതിന് എനിക്ക് തോന്നുന്നു ഒരു പരിധി ഒരു ഓവർകം ചെയ്തിട്ടുണ്ടാവും. കാരണം അല്ലാണ്ട് ഇത്രയും ഒരു സ്കോറിലേക്ക് എത്താൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ലല്ലോ. അല്ല, എക്സാം എഴുതിയപ്പോൾ തന്നെ മനസ്സിലായിരുന്നു കുറച്ച് ടഫാണെന്ന്. അപ്പോൾ ഓക്കെ കിട്ടും, എല്ലാവർക്കും ടഫായിരിക്കുമല്ലോ എന്ന മെൻറ്റാലിറ്റിയിൽ എഴുതി. ഓക്കെ, കാരണം അതിന് മുമ്പ് നമ്മൾ ഒരുപാട് എക്സാമുകൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ടാവും അല്ലേ? സൈലത്തിൽ നമ്മൾ ജോയിൻ ചെയ്ത അന്ന് മുതൽ അവസാനത്തെ നീറ്റ് എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ GIB ഉൾപ്പെടെ നമ്മൾ ഒരുപാട് എക്സാമുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ എക്സാമുകൾ എത്രത്തോളം ഇതിനെ സഹായിച്ചിട്ടുണ്ടാവും ഈ ഒരു ധൈര്യത്തിന്? ആ എല്ലാ എക്സാമിലും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു എക്സാം ആയിരുന്നു നീറ്റ് എക്സാം. അത് സൈലത്തിൽ നിന്ന് അങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടിയതുകൊണ്ട്, അതായത് എല്ലാം നമുക്ക് അറിയുന്ന ആൻസേഴ്സ് കിട്ടിയില്ലെങ്കിലും നമുക്ക് മാക്സിമം പെർഫോം ചെയ്യാന്നുള്ളത് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു കാര്യമാണ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ നമ്മുടെ GIB ഉണ്ടല്ലോ, കുറേ GIB നിങ്ങൾ എഴുതിയില്ലായിരുന്നു? ഓൾമോസ്റ്റ് എല്ലാ മാസവും നമ്മൾ GIB എഴുതായിരുന്നു. യഥാർത്ഥ നീറ്റിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഇരുന്നുകൊണ്ടാണല്ലോ നമ്മൾ എഴുതുന്നത്. അത് നമ്മുടെ ഈ എക്സാമിനെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടാവും? എക്സാം ടൈം മാനേജ്മെൻറ്റിന് GIB ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു പെർഫെക്റ്റ് ആ ഒരു നീറ്റ് അറ്റ്മോസ്ഫിയർ, എല്ലാവരും എക്സാം എഴുതുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ കറക്റ്റ് GIB പോലെ തന്നെ തോന്നുള്ളൂ നീറ്റ് എഴുതുമ്പോഴത്തേക്കും. അതുകൊണ്ട് കുറച്ച് ടെൻഷൻ കുറവായിരിക്കും ആ ഒരു GIB ആണെന്ന് വിചാരിച്ച് എഴുതുമ്പോൾ. അതൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടൈം മാനേജ്മെൻറ്റിന് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മോളുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് എന്തായിരുന്നു? ഞാൻ കെമിസ്ട്രി ആയിരുന്നു. എന്നിട്ട് അതിനെ എങ്ങനെയാണ് മറികടന്ന്? കെമിസ്ട്രി സിമ്പിളാണ്, പക്ഷേ ക്വസ്റ്റ്യൻ പവർഫുൾ ആണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് മോളെങ്ങനെ ഓവർകം ചെയ്തതിനെ? ക്വസ്റ്റ്യൻ മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർഗാനിക്കും ഇനോർഗാനിക്കും ടെക്സ്റ്റ് NCERT കുറേ തവണ വായിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഫിസിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് മിനിറ്റ് LMRP ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത്. LMRP എന്ന് പറയുന്നത് നമ്മുടെ റിവിഷൻ പ്രോഗ്രാം ആണല്ലേ? ആ റിവിഷൻ പ്രോഗ്രാം എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു? ഞാൻ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്തെടുത്തത് LMRP വന്നപ്പോഴായിരുന്നു. അതുവരെ ഡേ ടു ഡേ പഠിച്ചിട്ടുണ്ട്. ബട്ട് LMRP വന്നപ്പോഴായിരുന്നു എല്ലാം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കാൻ പറ്റിയത് LMRP വന്നപ്പോഴായിരുന്നു. LMRPയുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? LMRPയുടെ ക്വസ്റ്റ്യൻസ് അതാണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചെയ്ത് പഠിച്ചത്. DPPയും LMRPയുടെ ക്വസ്റ്റ്യൻസ്. അത് LMRPയുടെ ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചാപ്റ്ററിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുണ്ടാവും. LMRP തെറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ വീണ്ടും ചെയ്ത് ലാസ്റ്റ് റിവിഷൻ ടൈമിൽ ഫുൾ LMRP ചെയ്ത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ LMRPയിൽ നമ്മൾ നോർമലി മൊഡ്യൂൾ എക്സാമുകളാണല്ലോ എഴുതുക. അത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് ഈ പോർഷൻസും LMRP എല്ലാം കഴിയുമ്പോൾ നമ്മൾ ഫുൾ മോക്ക് എക്സാമുകളിലേക്ക് പോകല്ലേ ചെയ്യാം. എത്രത്തോളം ഫുൾ മോക്ക് എക്സാംസ് എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ? ഒരു 15. ഓക്കെ, ഒരു 15 to 20 ഫുൾ മോക്ക് എക്സാമുകൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ യഥാർത്ഥ നീറ്റിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവും അല്ലേ? അതിൻ്റെ മാർക്സ് തന്നെ ഗ്രാജുവലി എനിക്ക് ഇൻക്രീസ് ചെയ്തത്. ഫസ്റ്റ് നല്ല ഒരു 400 അങ്ങനെ നിന്നത്. പിന്നെ ലാസ്റ്റ് റിവൈസ് ചെയ്ത് ലാസ്റ്റ് എക്സാമിനൊക്കെ നല്ല മാർക്ക്. ഓക്കെ, നമ്മുടെ ഹോസ്റ്റലും അവിടുത്തെ ഒരു പഠിക്കാനുള്ള ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു?
ഹോസ്റ്റലിൽ നിന്ന് 1 ഡേ ഹോസ്റ്റലിൽ ഇരുന്നാണല്ലോ പഠിക്കുന്നത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ. അപ്പോൾ ഒരു നമ്മളെന്താ പഠിക്കാനുള്ള എന്താവശ്യമെന്ന് പറഞ്ഞാലും മെൻറ്റേഴ്സ് ആയാലും വാർഡൻസ് ആയാലും സപ്പോർട്ട് ചെയ്ത് തരും. അപ്പോൾ മെൻറ്റേഴ്സ് വന്ന് ഇടയ്ക്ക് നോക്കും പഠിക്കുന്നുണ്ടോ, അപ്പോൾ നമുക്ക് പഠിക്കാനൊരിതുണ്ടാവും. പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കമ്പൈൻ സ്റ്റഡി ആയാലും പഠിക്കുമ്പോൾ അത് ഓക്കെ. ഡൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ക്ലിയർ ചെയ്യുന്നത്? അപ്പോൾ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഫാക്കൽറ്റീസ് ഹോസ്റ്റലിൽ വരാറുണ്ടായിരുന്നു. ഓ, നിങ്ങൾ ഓൺലൈൻ ഡേയ്സിൽ ഫാക്കൽറ്റീസ് ഹോസ്റ്റലിലേക്ക് വരും. ശരി. പിന്നെ ഇവിടെ ഇപ്പോൾ ക്യാമ്പസിലുള്ള ദിവസമാണെങ്കിലോ? ക്യാമ്പസിലുള്ള ദിവസം ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ. നമ്മൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ അല്ലേ, നമുക്കറിയാം നമ്മളൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം അതേ പ്രാധാന്യമുള്ള സംഗതിയാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ, അതിലെ ക്വസ്റ്റ്യൻസ്. അത് എങ്ങനെയാണ് മോള് സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെയാണ് യൂസ് ചെയ്തിരുന്നത്? ഞാൻ DPP മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ സൈലത്തിൻ്റെ മോക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും. വേറെ മെറ്റീരിയൽസിലോട്ട് പോയാൽ അത് വാസ്റ്റായിട്ട് നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആകും. പക്ഷേ DPP എന്ന് പറയുമ്പോൾ സ്ട്രക്ചേർഡായിട്ട് പോകുന്നതുകൊണ്ട് കൂടുതൽ അത് മെമ്മറൈസ് ചെയ്യാനും ഒരു മെറ്റീരിയൽ തന്നെ ആകുമ്പോൾ DPP ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. NCERTയിലുള്ള എല്ലാ കണ്ടന്റും DPPയിലുണ്ടാവും. അതുകൊണ്ട് DPP ആയിരുന്നു ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. DPP ആണ്. ഓക്കെ. മോളുടെ ക്യാമ്പസ് ലൈഫ് ഇപ്പോൾ അടിപൊളിയായിട്ട് പോകുന്നോ? ഓക്കെ. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു ബാച്ചിനോട്, കാരണം അടുത്തൊരു തലമുറ നിങ്ങളെ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് ഡോക്ടേഴ്സ് ആകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക, അവരോട് എന്തായിരിക്കും മോൾക്ക് പറയാണ്ടാവുക? ഇത് നമ്മൾ 1 ഇയർ എന്തൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ അതൊക്കെ ക്യാമ്പസ് ലൈഫിൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും നമുക്ക് ഇഷ്ടമുള്ള കാര്യമെല്ലാം ചെയ്യാം. 1 ഇയറിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ മൊബൈൽ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല, നമ്മൾ പാരൻസിൻ്റെ അടുത്ത് നിന്ന് മാറി നിന്നിട്ടുണ്ടാവും, ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് മാറി നിന്നിട്ടുണ്ടാവും, നമ്മൾ ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും. അതെല്ലാം മെഡിക്കൽ കോളേജിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ. അപ്പോൾ അടിപൊളിയാവട്ടെ, നമുക്കൊരു അടിപൊളി ഡോക്ടറായിട്ട് വീണ്ടും കാണാം. ഓൾ ദി വെരി താങ്ക് യു.